ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഒരു ദിവസത്തെ അവധിക്ക് ശേഷം നമ്മളൊന്ന് വീണ്ടും റീഓപ്പൺ ചെയ്യാണ്. ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സെൻറ്റിമെൻറ്റിലാണെന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ജാപ്പനീസ് മാർക്കറ്റുകൾ ഇന്ന് അറൗണ്ട് 4% ബെറ്ററാണ്. സൗത്ത് കൊറിയ മാർക്കറ്റ് അറൗണ്ട് 6.5% ബെറ്ററാണ്. ചൈനീസ് ഹോങ്കോങ് മാർക്കറ്റുകൾ യഥാക്രമം 1-2% ബെറ്ററായിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും വലിയ റീബൗണ്ടാണ് കണ്ടത്. മിനിഞ്ഞാന്ന് ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ഗ്ലോബൽ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ മാർക്കറ്റുകളിലും അതുപോലെ തന്നെ യൂറോപ്പിലൊക്കെ ഒരു മിക്സഡ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. അതേസമയം ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകളിൽ വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻ്റ് ആയിരുന്നു. പക്ഷേ ഇന്നലെ ഏഷ്യൻ മാർക്കറ്റുകൾ ക്ലോസ് ചെയ്തതിന് ശേഷം അമേരിക്കൻ മാർക്കറ്റിലെ ഡൗ ജോൺസ് ഇൻഡെക്സ്, S&P, നാസ്ഡാക്ക്, റസൽ 2000 ഇൻഡെക്സുകളെല്ലാം തന്നെ വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത്. ഇതിന് ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് കാരണം. യൂറോപ്പും ഇന്നലെ ബെറ്റർ ആയിരുന്നു. അതോടൊപ്പം തന്നെ മിനിഞ്ഞാന്ന് നമ്മൾ ഇൻ്റർനാഷണൽ ലെവലിലെ സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും വളരെ താഴെയായിരുന്നു, പ്രത്യേകിച്ച് ഹാർഡ്വെയർ സ്റ്റോക്കുകൾ. പക്ഷേ ഇന്നലെ എല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും വളരെ മുന്നേറിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും വാർ സെറ്റിലാവുകയാണെങ്കിൽ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ, അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ, അലുമിനിയം, ഈ കമ്മോഡിറ്റികളാണ് ഔട്ട് പെർഫോം ചെയ്തിരിക്കുന്നത്. ഒപ്പം നമ്മളൊരു കൺസോൾട്ടേഷൻ മോഡ് നോക്കുകയാണെങ്കിൽ അയേൺ ഓറും വലിയ രീതിയിലുള്ള ലോസ് ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അയേൺ ഓറും സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഗോൾഡിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്ന് മോർണിംഗിൽ $47.7 പെർ ഔൺസ് വരെ ഉയർന്നു വരുന്നു. അതിനുശേഷം രാവിലെ 8:20 $4,680 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. സിൽവർ ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത് $74.1 പെർ ഔൺസിനാണ് രാവിലെ 8:20 ട്രേഡ് ചെയ്യുന്നത്. പ്ലാറ്റിനം ബെറ്ററാണ്. അതോടൊപ്പം തന്നെ മറ്റ് കമ്മോഡിറ്റികളെല്ലാം ബെറ്ററാണ്. സ്ലൈറ്റ്ലി വീക്കാണ് ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത് $112 പെർ ബാരലിനാണ്. അമേരിക്കയും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ഇഷ്യൂസ് എന്ന് സെറ്റിലാവുമെന്നതിന് വ്യക്തമായ സൂചനകളൊന്നുമില്ല. ഇന്ന് മോർണിംഗിലും ഇറാൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഒക്കെ അയച്ചിട്ടുണ്ട്. അമേരിക്ക ഒരു വശത്ത് പറയുന്നുണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് വാർ സെറ്റിലാവുന്നുള്ള കാര്യങ്ങളൊക്കെ. അതേസമയം ഇസ്രായേലും ഇറാനും തമ്മിലുള്ള ബോംബിംഗ് ഒക്കെ വളരെ ശക്തമായ രീതിയിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ന്യൂസ് തന്നെയാണിത്. കാരണം നമ്മളെ സംബന്ധിച്ച് ഡബിൾ ഇമ്പാക്റ്റ് ആണ് വരാൻ പോകുന്നത്. ഒന്ന്, ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് വീണ്ടും വർദ്ധിക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിനെ സംബന്ധിച്ച് വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ റുപ്പി ഡിപ്രീസിയേഷൻ, ഓൾറെഡി റുപ്പി പുതിയ റെക്കോർഡ് ലോ ഹിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിലും റുപ്പിയുടെ കാര്യത്തിൽ ഒരു പക്ഷേ വീണ്ടും ഒരു വീക്ക്നെസ് കാണാനുള്ള സാധ്യതകളുണ്ട്. അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള റുപ്പി വീക്ക്നെസ്സും അതുപോലെ തന്നെ ബ്രന്റ് ക്രൂഡ് ഓയിൽ പ്രൈസിലുണ്ടാകുന്ന വർധനവും ഇന്ത്യനെ സംബന്ധിച്ച് വളരെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ GDP ഡാറ്റ ഈ ക്വാർട്ടർ അതുപോലെ തന്നെ അടുത്ത ക്വാർട്ടേഴ്സിലൊക്കെ GDP ഡാറ്റയൊക്കെ താഴേക്ക് റിവൈസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ് പ്രൈസ് വീണ്ടും ഉയരുന്നതും ഇന്ത്യനെ സംബന്ധിച്ച് നെഗറ്റീവ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് ന്യൂസ് ഫ്ലോസ് ഉള്ള സ്റ്റോക്കുകളൊക്കെ ഉണ്ട്. BEL ഭാരത് ഇലക്ട്രോണിക്സ് 1,660 കോടി രൂപ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട് മാർച്ച് മാസത്തിൽ. അതുപോലെ തന്നെ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് 3 ഷിപ്പുകൾ നേവിക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒപ്പം കഴിഞ്ഞ ധനകാര്യ വർഷം, അതായത് ഇന്നലെ അവസാനിച്ചിട്ടുള്ള ധനകാര്യ വർഷത്തിലെ റെക്കോർഡ് ടേൺ ഓവറാണ് GRS റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. ധാരാളം ഓർഡേഴ്സ് ഷിപ്പ് ബിൽഡിങ്ങിനുള്ളൊരു കമ്പനിയും കൂടിയാണ് GRSC. അതോടൊപ്പം തന്നെ ജൂപ്പിറ്റർ വാഗൻസ് മഹാരാഷ്ട്രയിലത്തെ സബർബൻ റെയിൽ പ്രൊജക്റ്റിൽ ബിഡ് ചെയ്യാൻ പോവാണ്. 20,000 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. 60-40 ആണ്. ഇത് 2 ബിഡേഴ്സിനാണ് ഇത് കൊടുക്കാൻ പോകുന്നത്. ആർക്കാണ് ലഭിക്കാൻ പോകുന്നുള്ള കാര്യമൊക്കെ ബിഡിങ് കഴിഞ്ഞ് അലോട്ട്മെന്റ് വന്നതിന് ശേഷമേ നമുക്ക് തീരുമാനിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇതിനു വേണ്ടി ജൂപ്പിറ്റർ വാഗൻസ് തയ്യാറെടുത്തിരിക്കുകയാണ്. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസ് ലിമിറ്റഡിന്റെ ഓർഡർ ബുക്ക് 2.2 ലക്ഷം കോടി രൂപ ക്രോസ് ചെയ്തിരിക്കുകയാണ്. വളരെ പോസിറ്റീവാണ് ഈ കമ്പനിയെ സംബന്ധിച്ച്.
സംബന്ധിച്ച് ലോങ് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ വേദാന്ത ലിമിറ്റഡ് അവരുടെ ഡീമർജർ ഡെഡ് ലൈൻ ജൂൺ 30, 2026, അതായത് ഈ വർഷം ജൂൺ 30 വരെ നീട്ടിയിട്ടുണ്ട്. പല ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള അപ്രൂവൽ പെൻഡിങ് ആവുന്നു എന്നുള്ള റീസണാണ് ഇതിന് പറയുന്നത്. തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഡീമർജർ നീളുകയാണെങ്കിൽ സ്ലൈറ്റ് നെഗറ്റീവ് ആണ്. പക്ഷേ കോപ്പർ, അലുമിനിയം പ്രൈസുകൾ, അതുപോലെ തന്നെ സിങ്ക് പ്രൈസ്, സിൽവർ പ്രൈസൊക്കെ വീണ്ടും മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും വേദാന്തനെ സംബന്ധിച്ചും ഹിന്ദുസ്ഥാൻ സിങ്കിനെ സംബന്ധിച്ചൊക്കെ പോസിറ്റീവായിട്ട് ന്യൂസാണ്. ഇനി പോസിറ്റീവ് ന്യൂസുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ NTPC ഗ്രീൻ, അതുപോലെ തന്നെ കോഫോർജ് ഓവർസീസ് എക്സ്പാൻഷൻ വലിയ രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സമ്മാൻ ക്യാപിറ്റൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇൻവെസ്റ്റേഴ്സിന് ലോങ് ടൈമിലേക്ക് സജസ്റ്റ് ചെയ്യുന്ന ഒരു NBFC സ്റ്റോക്കാണ്. അബുദാബി ബേസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഇപ്പോൾ ഇതിൻ്റെ പ്രൊമോട്ടറായിട്ട് വന്നിട്ടുള്ളത്. പ്രൊമോട്ടേഴ്സിന് അലോട്ട് ചെയ്തിട്ടുള്ള 139 രൂപ പെർ ഷെയറിനാണ്. അതോടൊപ്പം തന്നെ ഫർദർ അലോട്ട്മെന്റ് വരുമ്പോൾ പ്രൊമോട്ടേഴ്സിന്റെ സ്റ്റേക്ക് 61% മുകളിലേക്ക് പോകും. ലോങ് ടൈമിലേക്ക് നല്ലൊരു NBFC സ്റ്റോക്കാണ്. സ്ട്രോങ് മാനേജ്മെന്റും പ്രൊമോട്ടറും വന്നിരിക്കുകയാണ്. സ്വാത്വിക് ഗ്രീൻ 57 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. സോളാർ PV മോഡ്യൂൾസിന് വേണ്ടിയാണ്. ടെക്സ്മാക്കോ റെയിൽ 357 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. JSW ഗ്രൂപ്പിൽ നിന്ന് വാഗൺ സപ്ലൈക്ക് വേണ്ടിയുള്ള ഓർഡറാണ്. റെയിൽ ടെൽ 29.7 കോടി രൂപയ്ക്കുള്ള ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ജാർഖണ്ഡിൽ നിന്നാണ്. അതോടൊപ്പം തന്നെ NCC 5 ഓർഡേഴ്സ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വാല്യൂ വരുന്നത് 1292 കോടി രൂപയാണ്. ഇത് ടോട്ടൽ മാർച്ച് മാസത്തെ ഓർഡർ ബാക്കിംഗ് ന്യൂസാണ്. അപ്പോളോ പൈപ്സ് അവരുടെ ഒരു പുതിയ പ്ലാന്റ് കമ്മീഷൻ ചെയ്യുന്നത് ഏപ്രിൽ അവസാനത്തേക്ക് നീട്ടിയിട്ടുണ്ട്. RK ഫോർജിങ്സ് അവരുടെ പുതിയ കാസ്റ്റിംഗ് ലൈനിന്റെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസാണ് ലോങ് റണ്ണിൽ RK ഫോർജിങ്ങിനെ സംബന്ധിച്ച്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന്റെ ഓർഡർ ബുക്ക് 2.54 കോടി ക്രോസ് ചെയ്തിരിക്കുകയാണ്. ധാരാളം ഓർഡേഴ്സ് ഉള്ളൊരു കമ്പനിയാണ്. ആർഫിൻ ഇന്ത്യ 85.6 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നാണ്. GR ഇൻഫ്ര നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ നിന്ന് 1454 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് പവർ ഓർഡർ ബുക്ക് 3500 ക്രോസ് ചെയ്തിരിക്കുകയാണ്. ഹിന്ദുസ്ഥാൻ കോപ്പർ പുതിയ കോപ്പർ കോൺസെൻട്രേറ്റ് പ്ലാന്റ് ഇനാഗുറേറ്റ് ചെയ്യുകയാണ് മധ്യപ്രദേശിൽ. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. പേസ് ഡിജിടെക് 494.5 കോടി രൂപ ഓർഡർ NTPCയിൽ നിന്ന് ബാക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം റിലേറ്റഡ് പ്രൊജക്റ്റാണ്. ഓയിൽ ഇന്ത്യ ക്രിട്ടിക്കൽ മിനറൽസിന് വേണ്ടിയുള്ള പല അലയൻസിലും ഏർപ്പെട്ടിട്ടുണ്ട്. ക്രിട്ടിക്കൽ മിനറൽസിന് വലിയ ഫ്യൂച്ചറാണ് ഭാവിയിൽ. ലോങ് റണ്ണിൽ ഓയിൽ ഇന്ത്യനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ന്യൂസ് ഇപാക് ഡ്യൂറബിൾസ്. ചൈനയിലെ ഹൈസെൻസ് എന്ന് പറയുന്ന AC കമ്പനി ആയിട്ടുള്ള JV ഒക്കെ ഉണ്ട്. ഈ കമ്പനിയുടെ ആന്ധ്രാപ്രദേശ് പ്ലാന്റിൽ നിന്നുള്ള ആദ്യത്തെ കമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. റൂം AC അതുപോലെ തന്നെ സ്പ്ലിറ്റ് AC ഒക്കെ പ്രൊഡക്ഷനാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത വർഷങ്ങളിൽ നല്ല രീതിയിൽ മുന്നേറാൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഇപാക് ഡ്യൂറബിൾസ്. ഇനി പ്രൊമോട്ടേഴ്സ് കഴിഞ്ഞ ദിവസങ്ങളിൽ ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ DCM ശ്രീറാം, AGI ഗ്രീൻ പാക്ക്, ബജാജ് ഫൈനാൻസ്, ഇലക്ട്രോ സ്റ്റീൽ കാസ്റ്റിംഗ്സ്, എൻവിറോ ഇൻഫ്ര എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ദിവസമാണ് പ്രൊമോട്ടേഴ്സ് വീണ്ടും വലിയ രീതിയിൽ സ്റ്റോക്ക് വാങ്ങിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വലിയൊരു ഓർഡറും ബാക്ക് ചെയ്തിരുന്നു. ഗേറ്റ്വേ ഡിസ്റ്റി പാർക്സ്, അതുപോലെ തന്നെ IRB ഇൻഫ്ര, ജിൻഡാൽ സ്റ്റെയിൻലെസ് കണ്ടിന്യൂസ് ആയിട്ടാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ പോസിറ്റീവ് ന്യൂസാണ്. കാരണം ഇന്ത്യയിൽ പുറത്തിറങ്ങാൻ പോകുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ, വന്ദേ ഭാരത് ഗുഡ്സ് എല്ലാ മോഡേൺ ട്രെയിനുകളിലും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിന്റെ ഹൈടെക് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. വളരെ പോസിറ്റീവ് ന്യൂസാണ് ജിൻഡാൽ സ്റ്റെയിൻലെസ്സിനെ സംബന്ധിച്ച്. ഒപ്പം ഇന്ത്യൻ ഏഷ്യയിലുള്ള ഒരു പ്ലാന്റും റീസെന്റ് ആയിട്ട് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. മറ്റു കമ്പനികൾ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള കിൽബേൺ, അതുപോലെ തന്നെ ലാപാല, പ്രതാപ് സ്നാക്സ്, ഇതൊക്കെയാണ് പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ. അപ്പം നമ്മളെ സംബന്ധിച്ച് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഒക്കെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മുടെ റുപ്പി ഒരു പക്ഷേ 97, 98, 100 ലെവലിലേക്കൊക്കെ വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് താഴെ പോകാനുള്ള സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും റുപ്പി ഡിപ്രീഷിയേറ്റ്
റെസിസ്റ്റൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ എക്കണോമിയിലും സ്റ്റോക്ക് മാർക്കറ്റിലും അടുത്ത ദിവസങ്ങളിൽ വീണ്ടും പ്രതിഫലിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രൊവൈഡഡ് ദാറ്റ് ഇസ്രായേൽ, ഇറാൻ, അമേരിക്ക ഇഷ്യൂ സെറ്റിൽ ചെയ്യാതെ നീണ്ടു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യനെ സംബന്ധിച്ചും വളരെ നെഗറ്റീവാണ്. ഇന്ത്യയുമായിട്ട് നല്ല ബിസിനസ് റിലേഷൻഷിപ്പുള്ള UAE രാജ്യങ്ങളെ സംബന്ധിച്ചും വളരെ നെഗറ്റീവാണ്. ഇത് ഓവറോൾ ഇന്ത്യയുടെ എക്കണോമിനെയാണ് ഏറ്റവും കൂടുതൽ. അതോടൊപ്പം തന്നെ UAE രാജ്യങ്ങളായ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളായ UAEയിലുള്ള അബുദാബി, ഷാർജ, റാസൽ ഖൈമ ഇത്തരത്തിലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ നെഗറ്റീവാണ്. അതോടൊപ്പം തന്നെ സൗദി അറേബ്യനെ സംബന്ധിച്ച്, ഖത്തറിനെ സംബന്ധിച്ച്, ബഹ്റിനെ സംബന്ധിച്ച്, കുവൈറ്റിനെ സംബന്ധിച്ച്, ഇറാനെ സംബന്ധിച്ചൊക്കെ വളരെ നെഗറ്റീവ് ന്യൂസ് തന്നെയാണ്. യുദ്ധം എക്സ്റ്റെൻഡ് ചെയ്ത് പോകുന്നത്. തീർച്ചയായിട്ടും അടുത്ത ദിവസങ്ങളിൽ യുദ്ധം ഒത്തുതീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കിരിക്കാം. അതോടൊപ്പം തന്നെ എല്ലാവരോടുള്ളൊരു സജഷൻ, ഷോർട്ട് ടൈമിലേക്കും മീഡിയം ടൈമിലേക്കും ഒക്കെ കഴിഞ്ഞ ഫാളിലൊക്കെ വാങ്ങിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് അടുത്ത ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് ലഭിക്കുകയാണെങ്കിൽ കുറേയൊക്കെ പാർഷ്യൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുന്നതായിരിക്കുമെന്നാണ് എൻ്റെ ഒരു സജഷൻ. കാരണം എക്കണോമി റിലേറ്റഡ് ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്നത് അത്ര പോസിറ്റീവ് അല്ല. റുപ്പിയുടെ ഡിപ്രീസിയേഷൻ തീർച്ചയായിട്ടും ബാങ്കിങ് സ്റ്റോക്കുകൾക്കൊക്കെ ഒരു പ്രഷറാണ് നൽകാൻ പോകുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് മാർക്കറ്റിലൊക്കെ കാണാം. അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിൽ താഴെ വന്നിട്ടുള്ള നമ്മൾ സ്ട്രോങ് ആയിട്ട് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്തിട്ടുള്ള HDFC ബാങ്ക് പോലുള്ള ഓഹരികളൊക്കെ ഒരു പക്ഷേ നല്ല രീതിയിൽ വീണ്ടും റീബൗണ്ട് ചെയ്തേക്കാം. അതോടൊപ്പം തന്നെ പല അനലിസ്റ്റുകളും ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നൊരു ബാങ്കിങ് സ്റ്റോക്ക് HDFC ബാങ്കാണ്. അതോടൊപ്പം തന്നെ സമ്മാൻ ക്യാപിറ്റൽ ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളൊക്കെ മാർക്കറ്റ് താഴെ വരുമ്പോൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം വാങ്ങിയാൽ മതി. ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും വോളാറ്റിലിറ്റി ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഗോൾഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡിൻ്റെ മേജർ റെസിസ്റ്റൻസ് വരുന്നത് $4,750 പെർ ഔൺസ് ആണ്. ആ ലെവൽ ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗോൾഡിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. സിൽവറിൻ്റെയും ഗോൾഡിൻ്റെയും കാര്യം നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഗ്ലോബൽ ETF-കൾ മാർച്ച് മാസത്തിൽ നെറ്റ് സെല്ലേഴ്സ് ആണ്. ഇനി സെൻട്രൽ ബാങ്ക് ഡാറ്റയാണ് വരാനുള്ളത്. അത് നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ വലിയ സെല്ലിംഗ് വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗോൾഡിന് പോസിറ്റീവാണ്. മറിച്ച് വലിയ രീതിയിൽ സെൻട്രൽ ബാങ്കിൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഗോൾഡിലൊക്കെ വോളാറ്റിലിറ്റി ഉണ്ടാക്കാം. പക്ഷേ ഗോൾഡ്മാൻ സാക്സ് പോലുള്ള സ്ഥാപനങ്ങൾ വീണ്ടും അവരുടെ പ്രഡിക്ഷൻ $5,400 പെർ ഔൺസ് ഈ വർഷം എൻഡിൽ ക്രോസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊക്കെ പോസിറ്റീവ് ന്യൂസുകളാണ്. എന്നിരുന്നാലും ഗോൾഡിൽ നമുക്ക് ഒരു വോളാറ്റിലിറ്റി ഒക്കെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ഇൻവെസ്റ്റിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.